إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും മുറുകെ പിടിച്ച് നാളെ പരലോകത്ത് അമ്പിയാക്കന്മാരോടൊപ്പം സഹാബത്തിനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിക്കുന്നതിന് മുമ്പ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ലോകത്ത് വരാനിരിക്കുന്ന കോടാനുകോടി മനുഷ്യരോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൂറത്തു ബഖറയിൽ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല
പറഞ്ഞ കാര്യമാണ്. കുല്ലഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കുല്ലഹ്ബിതു മിൻഹാ ജമീഅ, കുല്ലഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. അങ്ങനെ നിങ്ങൾ ഭൂമിയിലെത്തിയാൽ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, ഭൂമിയിൽ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ദൂതന്മാർ അള്ളാഹുവിൻ്റെ ഹുദയുമായി വേദഗ്രന്ഥങ്ങളുമായി നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഫമൻ തബിഅ ഹുദായ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാകുന്ന ഹുദയെ പിൻപറ്റുന്നുവോ, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, തിരിച്ചവർക്ക് ഈ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഹുദ, ലോകത്ത് അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച ഒട്ടുമിക്ക വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചത് ഈ പരിശുദ്ധ റമളാനിലാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ഹുദയായി അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധ റമളാൻ. അല്ലാഹു തആല നോമ്പിനെ ഈ റമളാൻ മാസത്തിൽ നിർബന്ധമാക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിന്റെ അവതീർണമാണ്. അതാണ് അല്ലാഹു തആല സൂറത്തു ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കിയതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല ഉണർത്തുകയാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമളാൻ അല്ലദീ, റമളാൻ മാസം എന്ന് പറയുന്നത് ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശ ലോകത്തേക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചത് ഈ റമളാൻ മാസത്തിലാണ്. ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക്, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർക്ക് ഹുദയായി, സന്മാർഗത്തിന്റെ മാർഗമായി, വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെ മാർഗവും സത്യാസത്യ വിവേചനവുമായി, സന്മാർഗ വിശദീകരണവുമായി അല്ലാഹു തആല പരിശുദ്ധ റമളാനിലാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനുമായുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ ഈ റമളാനിൽ അത് പുതുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസികൾക്കും ഖുർആനിനോട് ചില ബാധ്യതകളുണ്ട്. ഒന്ന്, ഈ ഖുർആൻ ലോകരക്ഷിതാവായ തൻസീലും മിനർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹു തആലയുടെ വാചകമാണിത്. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ, ആകാശഭൂമികളെ സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് വിശുദ്ധ ഖുർആനിലൂടെ സംവദിക്കുകയാണ്. ഖുർആൻ കലാമുല്ലാഹ് അൽ മുനസ്സലു അലാ റസൂലിഹി അൽ മുഅ്ജിസു ബിലഫ്ളിഹി അൽ മുതഅബ്ബദു ബിതിലാവതിഹി. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അവന്റെ മുഅ്ജിസത്താണ്. ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ, അതിന്റെ ഓരോ ഹർഫുകളും ഓതുന്നത്, പാരായണം ചെയ്യുന്നത് ഇബാദത്താണ്. ഒന്നാമത്തെ ഖുർആനിനോടുള്ള കടമ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. പരിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അതിന്റെ പദങ്ങളിലുള്ള ഖുർആനിന്റെ വാചക ഘടനയുടെ സൗന്ദര്യമാണ്. ഈ ഖുർആനിന്റെ വാചക ഘടന കേട്ട് അറബി സാഹിത്യത്തിലെ ഏറ്റവും വലിയ സാമ്രാട്ടുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഖുർആനിലെ ഓരോ ആയത്തുകൾ കേട്ട് മാഹാദാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ സംസാരമല്ല, ഒരു മനുഷ്യനും ഇത് പറയാൻ സാധ്യമല്ല എന്ന് അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ള വലിയ വലിയ സാഹിത്യകാരന്മാർ പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ കേട്ടപ്പോൾ അവരതിനെ സാക്ഷ്യപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ നുബുവത്തിന്റെ
12-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്തിന്റെ 10-ാം വർഷം മുതൽ തന്നെ ഹജ്ജിന്റെ സീസണിൽ ഓരോ ഗോത്രത്തെ സമീപിച്ച് പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണമേകാൻ ഓരോ ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിക്കുമായിരുന്നു. നബുവത്തിന്റെ 12-ാം വർഷം പ്രവാചകൻ ആ വർഷം മുതൽ ആരംഭിച്ചതുപോലെ ഓരോ ഗോത്രത്തെയും സമീപിച്ച് പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം ആവശ്യപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ശൈബാൻ ഗോത്രത്തെ സമീപിക്കുകയാണ്. ഗോത്രത്തെ സംബന്ധിച്ച് അഗാധമായ അറിവുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകരെ, ബനൂ ശൈബാൻ ഗോത്രം അറബികളിലേറെ പ്രസിദ്ധരാണ്. നമുക്ക് അവരെ സമീപിച്ച് സംരക്ഷണം, ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം അവരോട് സഹായം തേടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബനൂ ശൈബാൻ ഗോത്രത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവരുടെ ടെന്റിന്റെ അരികിലേക്ക് ചെന്ന് പ്രവാചകൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഗോത്രത്തലവന്മാരായ മഫ്റൂഖ് ഇബ്നു അംർ, മുസന്ന ഇബ്നു ഹാരിസ് അവരുടെ കൂട്ടത്തിൽ അറബി ഭാഷയിൽ വകാന അബിയനുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി വാചാലതയുള്ള വ്യക്തി മഫ്റൂഖ് ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകളും ഓതുകയാണ്. ശേഷം മഫ്റൂഖ് ഇബ്നു അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, സുമ്മമാ തദ്ഉ ഐലൻ യാ അഖാ ഖുറൈശ്, അല്ലയോ ഖുറൈശി സഹോദര, പിന്നീട് താങ്കൾ ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ്, ഏതൊക്കെ ആദർശത്തിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു അൻആമിലെ 151-ാമത്തെ ആയത്ത് ഓതുകയാണ്. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, പ്രവാചകരെ അങ്ങവർക്ക് ഓതിക്കൊടുക്കുക. തആലൗ, നിങ്ങൾ വരിക. അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, ലോകത്തിന്റെ സൃഷ്ടാവ് നിങ്ങൾക്കുമേൽ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം. അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അല്ലാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യ വസ്തുക്കൾക്കും യാതൊരു വിധത്തിലുള്ള ആരാധനകളും സമർപ്പിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കന്മാർക്ക് നിങ്ങൾ നന്മ ചെയ്യുക. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അറുകൊല ചെയ്യരുത്. വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ, വ്യഭിചാരം, അതുപോലെ തന്നെ കള്ളുകുടി, കൊല പോലെയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരു അധാർമിക പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ അടുക്കരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയിട്ടുള്ള മനുഷ്യ ശരീരങ്ങളെ നിങ്ങൾ അറുകൊല ചെയ്യരുത്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നൽകാനുള്ള വസിയത്തുകൾ, ഉപദേശം ഇതാണ്. ഒരൊറ്റ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിനെ നിരൂപണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ആ സമൂഹത്തിൽ ഏറ്റവും വലിയ തിന്മയായിരുന്ന ബഹുദൈവാരാധന, അറബികൾ പെണ്ണിനും കള്ളിനും യുദ്ധത്തിനും വേണ്ടി ജീവിച്ചിരുന്നവർ, പിഞ്ചു കുഞ്ഞുങ്ങൾ അറുകൊല ചെയ്തിരുന്നവർ, ജനിച്ചാൽ പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമോടിയ ആ സമൂഹത്തിന് മുമ്പിൽ ഒരൊറ്റ ആയത്തിലൂടെ തന്റെ ആദർശം താൻ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരായത്തിലൂടെ മഫ്റൂഖ് ഇബ്നു അംറിലൂടെ ബനൂ ശൈബാൻ ഗോത്രത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആയത്ത് കേട്ട മഫ്റൂഖ് ഇബ്നു അംർ, അറബി വാചഘടനയുടെ സൗന്ദര്യം മനസ്സിലാകുന്ന മഫ്റൂഖ് ഇബ്നു അംർ പറയുകയാണ്, വല്ലാഹി മാ ഹാദാ മിൻ കലാമി അഹ്ലിൽ അർദ് വലൗ കാന മിൻ കലാമിഹിം ലഅറഫ്നാഹു, വല്ലാഹി, അല്ലാഹുവാണ്, വല്ലാഹി മാ ഹാദാ മിൻ കലാമി അഹ്ലിൽ അർദ്, ഇത് ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെയും സംസാരമല്ല. ഭൂമിയിലുള്ള ഒരാൾക്കും ഇതുപോലെ സുന്ദരമായ വാചകങ്ങൾ പറയാൻ സാധ്യമല്ല. വലൗ കാന മിൻ കലാമിഹിം ലഅറഫ്നാഹു, ഇത് മനുഷ്യന്റെ സംസാരമാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ്
നമുക്കുണ്ട് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് പിന്നീട് ബനൂ ശൈബാൻ ഗോത്രം ഇസ്ലാം സ്വീകരിക്കുന്ന ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മുടെ നാഥന്റെ സംസാരമാണ്. അത് മനസ്സിലാക്കിയാലേ വിശുദ്ധ ഖുർആനിനോടുള്ള മറ്റു കടമകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമതായി പരിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ കടമ അത് നമ്മൾ പാരായണം ചെയ്യുക. വിശുദ്ധ ഖുർആനുമായി ധാരാളമായി അടുത്ത് വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യേണ്ട റമദാൻ മാസം എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് സമയം പാഴാക്കാതെ 6ാമത്തെ നോമ്പിലാണ് നമ്മൾ ഉള്ളത്. വിശുദ്ധ ഖുർആനുമായി ധാരാളം അടുത്ത് ഖുർആനുമായി ധാരാളം ബന്ധപ്പെട്ട് ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ അത് പാരായണം ചെയ്യുന്നവർക്ക് ശുപാർശ പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് കടന്നു വരും. അസ്സിയാമു വൽ ഖുർആനു യശ്ഫാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നമ്മൾ നോറ്റ നോമ്പും ഖുർആനും നാളെ ശുപാർശ ചെയ്തുകൊണ്ട് പരലോകത്ത് കടന്നു വരും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഖുർആനു ഷാഫിൻ. ഖുർആൻ അത് ശുപാർശ പറയും. ആർക്ക്? അത് പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി. ഖുർആൻ ശുപാർശ പറഞ്ഞാൽ അൽ ഖുർആനു ഷാഫിഉൻ മുശഫ്ഫ. ഖുർആനിന്റെ ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കും. വമാഹിലുൻ മുസദ്ദഖ്. ഖുർആൻ നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്തവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. ആ സമയത്ത് മുസദ്ദഖുൻ, ഖുർആനിന്റെ സാക്ഷ്യം അല്ലാഹു തആല സത്യപ്പെടുത്തും. വമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ആര് ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ അതിന്റെ അവന്റെ മുമ്പിൽ വെക്കുകയും ചെയ്തുവോ എന്ന് പറഞ്ഞാൽ ഖുർആൻ അത് പാരായണം ചെയ്യുകയും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഖാദഹു ഇലൽ ജന്ന, ഈ ഖുർആൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. വമൻ ജഅലഹു ഖൽഫ വഹ്രിഹി. ആർ ഈ ഖുർആൻ പാരായണം ചെയ്യാതെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാതെ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാതെ ഖുർആനിനെ ആർ അവഗണിച്ചുവോ സാഖഹു ഇലന്നാർ. ഈ ഖുർആൻ അവനെ നരകത്തിലേക്ക് നയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനുമായി ധാരാളമായി നമ്മൾ അടുത്ത് ഖുർആൻ ഓതുക. അങ്ങനെ ഓതുന്നവർക്ക് ആണ് സ്വർഗ്ഗമുള്ളത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ, വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്, സിർറൻ വഅലാനിയ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നാം നൽകിയതിൽ നിന്ന് പരസ്യമായും രഹസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടകരമല്ലാത്ത കച്ചവടമാണ്, ലാഭകരമായ കച്ചവടമാണവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വർഗമാണവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈ റമദാനിൽ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, വേദഗ്രന്ഥം നൽകിയവർ അവർ ആ ഖുർആൻ മുറപ്രകാരം പാരായണം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഖുർആനിൽ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് അത് ആശയം ഉൾക്കൊണ്ട് നമ്മൾ ഓതുന്ന ആ പേജുകളുടെ ആശയം കൂടി പരിഭാഷ വെച്ച് അതിൻ്റെ ആശയം കൂടി നമ്മൾ അറിഞ്ഞ് പാരായണം ചെയ്യുക. എങ്കിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഹുദയും, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശിഫയാണ്, മൗഇദത്താണ്, ഹുദയാണ്. ധാരാളം വിശേഷണങ്ങൾ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള മൗഇദത്തു, ഉപദേശം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വഹുദൻ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ,
മനുഷ്യന്റെ മനസ്സുകളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഖുർആൻ. വിശ്വാസികൾക്ക് ഖുർആൻ ഹുദയാണ്, ഇത് റഹ്മത്താണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹു വനുനസ്സിലു ബിൽ ഖുർആൻ, ഈ ഖുർആനിലൂടെ നാം അവതരിപ്പിക്കുന്നു ജനങ്ങൾക്കുള്ള ഹുദയും സന്മാർഗവും. ആ ഹുദയും ഖുർആൻ ശിഫയായി മാറണമെങ്കിൽ ഖുർആനിന്റെ ആശയം നമ്മൾ ഉൾക്കൊണ്ട് ഓതുക. ഖുർആൻ ഓതുന്നത് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ഓതാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഓതിയാൽ നമ്മുടെ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ, വറ്റി വരണ്ട ഭൂമിയിൽ മഴ സസ്യലതാദികളെ മുളപ്പിക്കുന്നത് പോലെ ഖുർആൻ അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ഓതിയാൽ നമ്മുടെ മനസ്സുകളിൽ ഈമാനും തഖ്വയും തളിരിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ വ്യക്തമാക്കി പറഞ്ഞു, ഇന്ന മസല മാ ബഅസനി അല്ലാഹു മിനൽ ഇൽമി വൽ ഹുദാ, അല്ലാഹു തആല എനിക്ക് നൽകിയ ഖുർആനിന്റെ ഉപമ കമസലി ഗൈസിൻ, ഒരു മഴയെ പോലെയാണ്. അസാബ അർളൻ, അത് ഭൂമിയിൽ വർഷിച്ചാൽ മിൻഹാ ത്വായിഫത്തുൻ ത്വയ്യിബ, നല്ല മണലാണെങ്കിൽ ഖബിലത്തിൽ മാഅ, ആ മഴവെള്ളത്തെ അത് ഭൂമിയിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുന്ന ഭൂമിയിൽ ഫഅംബതത്തിൽ കലഅ വൽ ഉഷ്ബ, അവിടെ ധാരാളം സസ്യലതാദികൾ മുളച്ചു പൊന്തും. ഇതുപോലെ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഓതിയാൽ ഏത് ഉണങ്ങിയ മനസ്സിലും ഈമാനും തഖ്വയും മുളപ്പിക്കാൻ ഖുർആനിന്റെ വാചകങ്ങൾക്ക് സാധിക്കും. അതിന് ചരിത്രം സാക്ഷിയാണ്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലൈല റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുകയാണ്. റബീഅ റളിയല്ലാഹുവിന്റെ മകൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഉമ്മയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ലൈല റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദ് റിസാലത്ത് അംഗീകരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ മക്കയിൽ ആക്രമിച്ചവരിൽ ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹം ലൈല റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി പ്രകാരം ഒന്നാമതായി അബസീനിയയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം ലഭിച്ച സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഒട്ടകപ്പുറത്ത് കയറി അബസീനിയെ ലക്ഷ്യമാക്കി യാത്രക്കൊരുങ്ങുന്ന സമയത്ത് ഉമർ എൻ്റെ അരികിൽ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇലാ ഐന യാ ഉമ്മ അബ്ദില്ല, ഉമ്മു അബ്ദില്ല, എങ്ങോട്ടേക്കാണ് നിങ്ങൾ യാത്ര പോകുന്നത്? അവർ പറഞ്ഞു, ആദൈതുമൂനാ ഫീ ദീനിനാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ധാരാളം മർദ്ദനങ്ങൾ, പീഡനങ്ങൾ അഴിച്ചുവിടുകയാണ്. അതുകൊണ്ട് പ്രയാസമില്ലാതെ, പ്രതിസന്ധികളില്ലാതെ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ മറ്റൊരു നാടന്വേഷിച്ച് ഞങ്ങൾ ഹിജ്റ പോവുകയാണ്. ആ സമയത്ത് അവരോട് അനുകമ്പ തോന്നി, അവരോട് അലിവ് തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സബ്ബഹകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ യാത്രയിൽ കൂട്ടിനുണ്ടാകട്ടെ. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ജാഹിലിയത്തിലെ അറബികൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. സബ്ബഹകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ കൂട്ടിന് യാത്രയിൽ തുണയായി ഉണ്ടാകട്ടെ. ഇത് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കടന്നുപോയി. ലൈല റളിയല്ലാഹുവിന്റെ ഭർത്താവ് റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു വന്ന്, യാത്ര പുറപ്പെടാൻ വേണ്ടി തിരിച്ചു വന്ന സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ ലൈല റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവിനോട് പറയുകയാണ്. ആ സമയത്ത് അവർ പറഞ്ഞു, ഉമറിനൊരു മനംമാറ്റം ഉള്ളതായി എനിക്ക് തോന്നി, ഉമർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവ് റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തർജീന അൻ യുസ്ലിം, ഉമർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഖാലത്ത് നഅം, അവർ പറഞ്ഞു തീർച്ചയായും. ഉമറിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ അദ്ദേഹത്തിൽ ഒരു മനമാറ്റം, അദ്ദേഹത്തിന്റെ മനസ്സിനൊരു മാറ്റമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. ആ സമയത്ത് റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, വല്ലാഹി ലാ യുസ്ലിമു ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്, ഖത്താബിന്റെ കൈത ഇസ്ലാം സ്വീകരിച്ചാലും ഈ പറയുന്ന ഉമർ, മുസ്ലിമീങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഉമർ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ ഖുർആനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത്
പൗരാണികരായ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ചരിത്രഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ചരിത്രമെന്ന നിലയിൽ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ചരിത്രത്തിൽ 2 ചരിത്രത്തിലും ഖുർആനിലെ ആയത്തുകൾ കേട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ഒരാളും ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മാറ്റിയത് ഈ ഖുർആനിലെ വാചകങ്ങളാണ്. അതുകൊണ്ട് ആ ഖുർആനും തന്നെയാണ് നമ്മുടെ മുമ്പിലുമുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബയുടെ കില്ലയിൽ വെച്ച് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്. സൂറത്തു ഹാക്ക ഓതുകയാണ്. അൽഹാക്ക മൽഹാക്ക വമാ അദ്റാക മൽഹാക്ക. എന്താണ് യാഥാർത്ഥ്യം? ഖിയാമത്ത് നാളിനെ കുറിച്ച് പ്രവാചകരെ അങ്ങക്കറിയുമോ എന്ന് പറഞ്ഞ് ഖിയാമത്ത് നാളിന്റെ അവസ്ഥകൾ വിവരിച്ച് നാളെ പരലോകത്ത് വലത് കൈകൊണ്ട് ഗ്രന്ഥം ലഭിക്കുന്നവർ, ഇടത് കൈകളിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ, ഇങ്ങനെ സൂറത്തു ഹാക്കയിലെ സുന്ദരമായ വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്നത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുഹമ്മദ് ഷാഇറുൻ കമാ യഖൂലു ഖുറൈശ്. ഖുറൈശികൾ പറയുന്നത് പോലെ മുഹമ്മദ് വല്ലാത്തൊരു കവിയാണ്, അല്ലാതെ ഇത്രയും സുന്ദരമായ വാചകങ്ങൾ പറയാൻ സാധ്യമല്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്, വമാ ഹുവ ബിഖൗലി ഷാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ. ഇതൊരു കവിയുടെ വാചകമല്ല. ഒരു കവിക്കും ഇതുപോലെയുള്ള ആയത്തുകൾ പറയാൻ സാധ്യമല്ല. ഖലീലം മാ തുഅ്മിനൂൻ. പക്ഷേ അല്പം മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, എങ്കിൽ മുഹമ്മദ് ഖായിനും കമാ യഖൂലു ഖുറൈശ്. ഖുറൈശികൾ പറയുന്നത് പോലെ മുഹമ്മദ് വല്ലാത്തൊരു ജ്യോത്സ്യനാണ്, അല്ലാതെ ഇത്രയും സൗന്ദര്യമുള്ള വാചകങ്ങൾ പറയാൻ സാധ്യമല്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്, വലാ ബിഖൗലി കാഹിനിൻ വലാ ബിഖൗലി കാഹിനിൻ ഖലീലം മാ തദക്കറൂൻ. ഇതൊരു ജ്യോത്സ്യന്റെ സംസാരമല്ല. ഒരു ജ്യോത്സ്യനും ഇതുപോലെയുള്ള വാചകങ്ങൾ പറയാൻ സാധ്യമല്ല. ഖലീലം മാ തദക്കറൂൻ. നിങ്ങൾ അല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഇത് കവിയുടെ വാചകമല്ലെങ്കിൽ, ഇത് കവിതയല്ലെങ്കിൽ, ഇത് ജ്യോത്സ്യന്റെ വാചകമല്ലെങ്കിൽ എവിടെന്ന് മുഹമ്മദിന് ഇതുപോലെ സുന്ദരമായ വാചകങ്ങൾ ലഭിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന വാചകങ്ങൾ എത്ര ഇത്! ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. രണ്ടാമത്തെ കാരണം ത്വാഹയിലെ ആയത്തുകൾ കേട്ട്, സൂറത്തു ത്വാഹയിലെ ആയത്തുകൾ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അഹ്സന ഹാദൽ കലാമ വ അക്റമ. എന്ത് നല്ല വാചകങ്ങൾ ഇത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഖുർആനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മസ്ഊദ് ഇബ്നു ഹുനൈർ, ഇങ്ങനെയുള്ള ധാരാളം സഹാബികൾ, തുഫൈൽ ഇബ്നു അംർ ദൗസിയെ പോലെയുള്ള പ്രഗൽഭരായ സഹാബികൾ ഇസ്ലാം സ്വീകരിച്ചത് ഖുർആനിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ. ആ ഖുർആനും തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളതും. അതുകൊണ്ട് പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഖുർആൻ അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് നമ്മൾ ഓതുക. അഹ്ലു കിതാബുകാരെ സംബന്ധിച്ച് അല്ലാഹു തആല ആക്ഷേപിച്ച് പറഞ്ഞതുപോലെ ഭാണ്ഡം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് അവരെന്ന് പറഞ്ഞത് ആശയം ഉൾക്കൊള്ളാതെ ഖുർആൻ ഓതിയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആശയം ഉൾക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. അപ്രകാരം ഖുർആൻ പാരായണം ചെയ്ത് നാളെ ഖുർആൻ ശുപാർശ പറഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സൂചിപ്പിച്ചു വന്നത് വിശുദ്ധ ഖുർആനുമായുള്ള വിശ്വാസികൾക്കുണ്ടാവേണ്ട കടമകളെ സംബന്ധിച്ചാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നും ആ കലാമായ അള്ളാഹുവിൻ്റെ ഖുർആൻ ആശയം ഉൾക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക. അതോടൊപ്പം ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റൊരു കടമയാണ് ഖുർആനിനെ കുറിച്ച് തദബ്ബുർ നടത്തുക എന്നുള്ളത്. അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ
ലിയദ്ദബ്ബറു ആയാതി. പ്രവാചകരെ, ഈ മുബാറക്കായ ബറക്കത്താക്കപ്പെട്ട വേദഗ്രന്ഥം നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് ലിയദ്ദബ്ബറു ആയാതി, ഈ ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടിയാണ്. ദുബർ എന്ന് പറഞ്ഞാൽ പിറക് എന്നാണ് അർത്ഥം. ഓരോ ആയത്തിൻ്റെയും പിറകിലേക്ക് ചെന്ന് ആ ആയത്തുകളുടെ ആശയത്തിൻ്റെ അർത്ഥങ്ങളുടെ പിന്നിലോട്ട് സഞ്ചരിച്ച് ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കുക, ഇതാണ് തദബ്ബുർ കൊണ്ടുള്ള അർത്ഥം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർ വിശുദ്ധ ഖുർആനെ കുറിച്ച് തദബ്ബുർ നടത്തുന്നില്ലേ, അതല്ല അവരുടെ മനസ്സുകൾക്ക് പൂട്ടിട്ടിരിക്കുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലുമായിരുന്നു ഇത് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഖുർആനുമായി ഉള്ള മൂന്നാമത്തെ നമ്മുടെ കടമ, ഖുർആനിനെ കുറിച്ച് നമ്മൾ തദബ്ബുർ നടത്തുക. നാലാമതായി ഖുർആനിലുള്ള ആശയങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. പ്രവാചകന്റെ ഖുലുഖ് കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം, ഖുർആനിലെ വിശ്വാസ ദർശനം, ഖുർആനിലെ കർമാനുഷ്ഠാനങ്ങൾ, ഖുർആനിലെ സ്വഭാവ രൂപീകരണത്തിലുള്ള ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, ഇതായിരുന്നു പ്രവാചകന്റെ സ്വഭാവം. അപ്പോൾ നമ്മൾ ഖുർആനിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. അവസാനമായി ആ ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയ, ഓതിയ, ജീവിതത്തിൽ പകർത്തിയ ആ ഖുർആനിൻ്റെ പ്രചാരകരാവുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ ഓതുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനുമായുള്ള എല്ലാ കടമകളും പൂർത്തീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ ഖുർആനുമായുള്ള എല്ലാ കടമകളും പൂർത്തീകരിച്ച് ഖുർആൻ ആശയം ഉൾക്കൊണ്ട് നാളെ പരലോകത്ത് ഖുർആൻ ശുപാർശ പറഞ്ഞ് റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർ പ്രവേശിക്കുന്ന, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ റമദാനിലും നമ്മൾ നടത്തി വരുന്നത് പോലെ എല്ലാ ആളുകളും അതുമായി പ്രത്യേകിച്ച് സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم زرنا من النار، اللهم زرنا من النار، اللهم زرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر المسلمين في فلسطين. آمين آمين برحمتك يا أرحم الراحمين.